2025 ആദ്യം തന്നെ ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് തരുന്നുണ്ട്. ആ ഒരു ലിസ്റ്റിൽ 2025 തുടക്കത്തിൽ ഒരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ID ദി ഫേക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. SR10 എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുഹമ്മദ് കുട്ടി നിർമ്മിച്ച് ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടിരുന്ന ചിത്രമാണ് ID ദി ഫേക്ക് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് 2025 തുടക്കത്തിൽ തന്നെ ധ്യാൻ ശ്രീനിവാസൻ വിജയ് ആവർത്തിക്കും അല്ലെങ്കിൽ പരാജയം ആവർത്തിക്കും എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. നവാഗതനായ അരുൺ ശിവവിലാസമാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ദി ഫേക്ക് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ വരുന്ന ചിത്രത്തിൽ ദിവ്യ പിള്ളയാണ് നായികയായിട്ട് എത്തുന്നത്. ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ ഇന്ദ്രൻസ്, ഷാരു റഹീം തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. കരബാൻ ഷാജോൺ, ജോണി ആന്റണി, ബോബൻ സാമുവൽ, ഫഹദ് മാനുവൽ, ജയകൃഷ്ണൻ, പ്രശാന്ത് അലക്സാണ്ടർ, പ്രമോദ് വെളിയനാട്, ഉല്ലാസം പന്തളം തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങൾ. എന്തൊക്കെയാണ് മികച്ച ഒരു ചിത്രമായിട്ട് മാറുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറൊക്കെ ചിത്രത്തിന് അണിയറ പ്രവർത്തകർക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു ഐഡന്റിറ്റിക്ക് ഒരു പണിയാകുമെന്ന് കണ്ടു തന്നെയാണ്. എന്തൊക്കെയാണ് ഇന്നലെ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത് ഐഡന്റിറ്റി എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രം മികച്ച വിജയമായിട്ട് മാറുന്നുണ്ട്. ആ ഒരു ലിസ്റ്റിലോട്ട് ഇടനേടാൻ IDക്കും സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ID എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് കേരളത്തിൽ ഒരു 10 മണിയോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഉച്ചയോടുകൂടി നമുക്ക് ചിത്രത്തിന്റെ ആദ്യ റിവ്യൂകളൊക്കെ അറിയാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ID എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.